പടം കണ്ടു. നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് പടമാണ്. ഒരു പ്രെറ്റി ഗുഡ് അഡ്വഞ്ചർ സർവൈവൽ ത്രില്ലറാണ് പടം. ചാർലിസ് തെറോൺ, ടാരൻ എഗർട്ടൺ തുടങ്ങിയവരാണ് ഇതിൽ മെയിൻ റോൾ. ഇവർ തമ്മിലുള്ള ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയില്ലേ, അതാണ് പടത്തിന്റെ ഒരു ബേസിക് പ്ലോട്ടിന്റെ ഒരു വൺ ലൈൻ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ഒരാൾ ഹണ്ട് ചെയ്യുക, ഒരാൾ സർവൈവ് ചെയ്യാൻ നോക്കുക, ഇവർ തമ്മിലുണ്ടാകുന്ന ആ കാര്യങ്ങൾ അത് വളരെ എന്താ പറയുക എൻഗേജിങ് ചെയ്തിട്ട് എടുക്കാൻ ഇതിന്റെ ഡയറക്ടർക്കും ക്രൂവിനും എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. ഒരു 88 മിനിറ്റ് ഇതിന്റെ എഡിറ്റർ നല്ല ക്രിസ്പായിട്ട് വളരെ ഷാർപ്പായിട്ട് സീൻസ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ആൾക്ക് അധികം നേരം വന്നില്ല. ഇവരുടെ ആ ഒരു ട്രോമ അല്ലെങ്കിൽ ഈ ഒരു മൂഡ് സെറ്റപ്പ്, ഓസ്ട്രേലിയയിലാണ് കഥ നടക്കുന്നത്. ഓസ്ട്രേലിയയിലെ കാട്ടിനുള്ള അഡ്വഞ്ചേഴ്സിന് വരുന്നു. അവിടെ വെച്ചിട്ട് ചാർലിസ് തെറോന്റെ ക്യാരക്ടർ ടാരൻ എഗർട്ടന്റെ ക്യാരക്ടറിനെ മീറ്റ് ചെയ്യുന്നു. പിന്നെ അവർ തമ്മിലുണ്ടാകുന്ന ഈ നേരത്തെ പറഞ്ഞ സർവൈവൽ ഓഫ് ദ ആ ഒരു പരിപാടി. ഇതില് എന്താ പറയാ, ഈ ചാർലിസ് തെറോനെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക എപ്പോഴും ഒരു ഫീമെയിൽ ആക്ഷൻ സൂപ്പർ സ്റ്റാർ എന്നൊരു രീതിയിലാണ് കണ്ടേക്കുന്നത്. പക്ഷെ ആൾക്ക് പണ്ടേ ഭയങ്കര ആക്ടിങ് ടാലന്റ് ഉള്ള ആളാണ്. ഓസ്കാറൊക്കെ കിട്ടിയെന്നാണ് എൻ്റെ അറിവ്. 2003 ഒരു മോൺസ്റ്റർ എന്ന പടത്തിന് ആ ഓസ്കാർ ലെവൽ ആക്ടിങ് ടാലന്റ് ഉള്ള ആളാണ്. ഒപ്പം തന്നെ ഭയങ്കര ഫിസിക്കും ഹൈറ്റും ആക്ഷൻ സ്കില്ലുള്ള ആളാണ്. ഇത് രണ്ടും ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ടാരന്റെ ക്യാരക്ടർ പറയാനാണെങ്കിൽ ടാരൻ കിങ്സ്മാനിൽ ഇതിലൊക്കെ എന്താ പറയുക ഭയങ്കര സ്റ്റൈലിഷ് എനർജറ്റിക് ആയിട്ടുള്ള ഹീറോയിക് റോളാണെങ്കിൽ ഇതിലൊരു ക്രേസി ബ്രൂട്ടൽ എന്ന് പറയുക ഒരു പ്രത്യേകതരം മാനിയാക്കാണ്. അപ്പൊ അതും ഇവരുടെ ആ ക്യാരക്ടറും ഇവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയാ ഒരു പ്രത്യേകതരം എന്താ പറയാ ഒരു ബോണ്ടിങ് എന്നല്ല എന്താ പറയാ സ്ക്രീൻ പ്രസൻസ് അത് കണ്ടിരിക്കാൻ മാത്രമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു അഡ്വഞ്ചർ ആണ്, ഇതൊരു സർവൈവൽ ആണ്. അതിന് ഈ ഓസ്ട്രേലിയൻ തീരത്ത് ഓസ്ട്രേലിയൻ കാടുകളിൽ ആ അഡ്വഞ്ചർ നല്ല രീതിയിൽ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷന്റെ ബ്യൂട്ടി ആണെങ്കിലും ആർട്ട് വർക്ക് ആണെങ്കിലും ലൊക്കേഷൻ സെറ്റപ്പ് ആണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിൽ മൗണ്ടൻ ക്ലൈംബിംഗ് ഉണ്ട്. ഇതിൽ എന്താ പറയാ ഈ മറ്റേ ഭയങ്കര കുത്തൊഴുക്കുള്ള പുഴയിലൂടെയുള്ള സീനുകളുണ്ട്. കാറ്റിന്റെ ഉള്ളിൽ ഓട്ടമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയാ അഡ്വഞ്ചർ ക്രേസി ആയിട്ടുള്ള ഇവന്റ്സുകൾ പടത്തിലുണ്ട്. അത് വന്ന രീതിയും കൊണ്ടുവന്ന രീതിയും ഓർഗാനിക് ആയിട്ട് അവർ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ്, ഈ പറഞ്ഞ പോലെ മേക്കിംഗ് ക്വാളിറ്റി, ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആ ഒരു സർവൈവൽ ത്രില്ല് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എനിക്കും പേഴ്സണലി ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനത്തെ പടങ്ങൾ അഡ്വഞ്ചർ സർവൈവൽ മോഡിലുള്ള പടങ്ങൾ ജോണേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കണ്ടു നോക്കാവുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് കണ്ടു നോക്കുക. എന്താ പറയാ നിങ്ങളുടെ അഭിപ്രായം എന്റെ പോലെ തന്നെ എല്ലാവർക്കും സെയിം ഒപ്പീനിയൻ വരണമെന്നില്ല. കാരണം ഇതുപോലത്തെ പല പല സർവൈവൽ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താണ് വ്യത്യസ്തത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു പെർഫോമൻസ്, ഇവരുടെ തമ്മിലുള്ള ടാരന്റെയും ചാർലിസ് തെറോന്റെയും പെർഫോമൻസ് ആയിരിക്കും ഇതിൽ ഒരു ഡിഫറൻസ്. അപ്പോൾ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.